മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. വേറെ ആരും തമ്മിലല്ല, അനീഷും ബിന്നിയും തമ്മിലാണ് ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നത്. രാവിലെ തന്നെ ഇവർ രണ്ടുപേരും ചെറിയ രീതിയിലൊരു വഴക്കുണ്ടായിരുന്നു. പിന്നെ അതൊരു തണുത്ത മട്ടിലായിരുന്നു. പക്ഷേ അനീഷ് അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അടുത്ത കാര്യത്തിൽ പിടിച്ച് അതിപ്പോൾ ഒരു വലിയ വഴക്കായിരിക്കുകയാണ്. രാവിലെ അനീഷ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് ബിന്നി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ബിന്നി പറയുന്നത് അനീഷ ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേട്ടില്ല, അപ്പോൾ ഫ്ലഷ് അടിച്ചോ എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനത് ചെറിയ രീതിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഹൈജീൻ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം, ഞാൻ ഫ്ലഷ് അടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അനീഷിനത് ഫീലായി. അനീഷ കിച്ചൺ ടീം ആയതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കിച്ചണിൽ ജിസയിലും അക്ബറൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ വന്ന് ബിന്നി ഇങ്ങനെ പറയുമ്പോഴേക്കിനും അത് അക്ബർ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് നീ വെറുതെ ഹൈജീൻ മോള് കളിക്കരുത്, ഇവിടെ എല്ലാവർക്കും ഹൈജീൻ എന്താണെന്നൊക്കെ അറിയാം, എല്ലാവർക്കും ബേസിക് ഹൈജീനും ഉണ്ട്. നീ അനീഷ് ഫ്ലഷ് അടിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് അനീഷിനോട് ചോദിക്കാം. ഇത് നീ സൗണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അനീഷ് ഫ്ലഷ് അടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അക്ബർ പറയുന്നത്. അങ്ങനെ അനീഷിൻ്റെ പ്രശ്നം അക്ബറൊക്കെ ഏറ്റുപിടിക്കുന്നു, പിന്നെ ആര്യനൊക്കെ ഏറ്റുപിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിന്നി അങ്ങ് മാറിപ്പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അനീഷ് ഈ പ്രശ്നം വലുതാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അനീഷ് നോക്കുമ്പോൾ കിച്ചണിൽ ബാത്റൂം ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ചൂലാണ് ഇരിക്കുന്നത്. അത് വെച്ചാണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അനീഷ് അതൊരു വലിയ കാര്യമൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ബിന്നി ഓൾറെഡി ബാത്റൂം ടീമിലുള്ള ഒരാളാണ്. എന്നിട്ട് ബിന്നിയോട് പോയി ചോദിക്കുന്നുണ്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചൂലാണോ കിച്ചണിൽ കൊണ്ടുവയ്ക്കുന്നത്, നിനക്ക് ഹൈജീൻ അറിഞ്ഞൂടെ, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ചൂലും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചൂലും എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിഞ്ഞൂടെ, ഞാനത് വെച്ച് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട് ഒന്ന് വന്ന് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ചൂലും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ചൂലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാമോ, രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലെന്ന് ബിന്നി തിരിച്ചും ചൂടാകുന്നുണ്ട്. ആ സമയം അനീഷ് പിന്നെ രാവിലത്തെ കേസ് തിരിച്ചെടുത്തിടുന്നുണ്ട്. നീ എൻ്റെ ഹൈജീനെ കുറിച്ച് പറഞ്ഞവളാണ്, ഞാൻ ഫ്ലഷ് അടിച്ചില്ലെന്ന് നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞതല്ലേ, നീ കേട്ടോ അല്ലെങ്കിൽ നീ കണ്ടോ ഞാൻ ഫ്ലഷ് അടിക്കാത്തത്, ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടല്ലേ നീ ഇതൊക്കെ എൻ്റെ തലയിൽ കൊണ്ടിടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് വന്ന അന്നു മുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് സാധാരണക്കാരൻ. ഞാൻ സാധാരണക്കാരനിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഞാനൊരു കോമണറാണെന്നൊക്കെ പലവട്ടം യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് അനീഷ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ചിലപ്പം അത് അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആകാം, കാരണം വോട്ട് കിട്ടും, ഓഡിയൻസിലേക്ക് എത്തും, അതിനു വേണ്ടിയാകാം. പക്ഷേ ബിന്നി ഇന്ന് പറഞ്ഞത് അനീഷ് ഒരു കോമണർ ആയതുകൊണ്ട് പറഞ്ഞതൊന്നുമല്ല. പക്ഷെ ബിന്നി പറഞ്ഞത് ഒട്ടും ശരിയായില്ല. കാരണം എല്ലാവർക്കും ബേസിക് മാനേഴ്സൊക്കെ അറിയാം, ബേസിക് ഹൈജീനും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അനീഷിൻ്റെ ഹൈജീൻ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ അനീഷിന് ഉറപ്പായും ദേഷ്യം വരും. എന്തായാലും ബിന്നിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ലാസ്റ്റ് ബിന്നി ഞാൻ പറഞ്ഞത് അനീഷിന് ഫീൽ ചെയ്തെങ്കിൽ സോറി എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്.